അരി കൊടുക്കാൻ. പാവങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ മെനക്കെട്ട് പോണേനി. പിങ്ക് കാർഡാണോ? ഓ, പിന്നെ പറഞ്ഞ പിന്നെ എന്നും പറയും ആദ്യം എല്ലാവർക്കും ഒരുമിച്ച് വന്ന് കൊടുക്കൂല. പക്ഷെ പകുതി പേർക്കെങ്കിലും കൊടുക്കണം. ഒന്ന് മഞ്ഞ കൊടുത്താൽ ഒന്ന് ചുവപ്പ് കൊടുക്കണം. ആദ്യം പറയണതുമില്ല. ഇതിപ്പോ ഒരിക്കൽ എല്ലാവരും വണ്ടി പിടിച്ച് കാല് വയ്യാത്തവര് കണ്ണു വയ്യാത്തവര് വരുമ്പോഴത്തേക്ക് അവര് ഇപ്പൊ ഇല്ല പിന്നെ വരാൻ പറയും. എന്തൊരു ന്യായമല്ല. നമ്മളും ജോലിക്കൊക്കെ പോകുന്നവരല്ലേ. അപ്പൊ എന്നും വരാനും പറ്റൂല. ഇങ്ങനെ മെനക്കെട്ട് നിൽക്കാനും വയ്യ. പിങ്ക് കാർഡ് തിരിച്ചു പോകണം. ഓ, അത് എത്ര ദിവസം കൊണ്ട് വന്നിട്ട് പോണെന്നറിയാമോ? കൊച്ചുങ്ങളെ കൊണ്ട് വന്നിട്ടും തിരിച്ചു കൊണ്ടുപോയി. അവരും പോവും, ഉച്ചവരെ നിൽക്കും, പോവും. ഇത് തന്നെ കുറെ ദിവസം കൊണ്ട് നടക്കുന്നത്, അല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. കേന്ദ്രം ഇതൊക്കെ നമ്മളടുത്ത് ഇതൊക്കെ ചെയ്യേണ്ട. ഈ ജനങ്ങളുടെ അടുത്ത് എന്തിനിങ്ങനത്തെ വേലത്തരങ്ങൾ പാവപ്പെട്ട ജനങ്ങളോട് ഇതൊക്കെ കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ റേഷൻ കടയിൽ വാങ്ങിവെച്ച പിങ്ക് കാർഡുകൾ മടക്കി കൊടുക്കുകയാണ്. പിങ്ക് കാർഡൊക്കെ മടക്കി കൊടുത്തോ ചേട്ടാ? കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഇന്ന് മഞ്ഞ നടത്താൻ നോക്കുകയാണല്ലേ? മഞ്ഞ നിർദ്ദേശം ഇപ്പൊ ടിവിയിലൂടെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ഞ കാർഡുകാർക്ക് കൊടുക്കാനുള്ള സംവിധാനം അവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ മഞ്ഞ കാർഡുകാരുടെ മുഴുവൻ ഇന്ന് വരുന്ന എല്ലാ മഞ്ഞ കാർഡുകാരുടെയും മസ്റ്ററിംഗ് നടത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കുറെ നേരത്തെ അറിയിച്ചതനുസരിച്ച് പിങ്ക് കാർഡ് വന്നിരുന്നു. ധാരാളം ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പിങ്ക് കാർഡുകാരാണ്. അവര് ഇപ്പോ തിരിച്ചു പോകുന്ന ഇപ്പൊ അറിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇനി അറിയിക്കുന്നതനുസരിച്ച് അവർക്ക് വരുമായിരിക്കും. പോകണോ? തിരിച്ചു പോകണം. പോട്ടോ, അല്ലാതെ പിന്നെ എന്തിനാ നമ്മളെ കേട്ട് കഷ്ടപ്പെടുത്തല്ലേ? പിങ്ക് കാർഡിന് ഇപ്പൊ ഇല്ലല്ലോ. പിങ്ക് കാർഡിന് ഇല്ലാന്നാ പറയുന്നത്. രാവിലെ 7:45 വന്ന് പണി 10 ഇപ്പൊ തിരിച്ചു പോവേണം. മൂന്നാമത്തെ പ്രാവശ്യം വന്നത്. ഈ പിങ്ക് കാർഡുകൾ മടങ്ങി കൊടുക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധം ഈ വന്ന് മടങ്ങി പോകേണ്ട ആളുകൾക്കുണ്ട്. അസുഖങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കണം. അവർക്ക് എത്ര നേരം നിൽക്കാൻ പറ്റും? ആ ബുദ്ധിമുട്ടും കൂടെ കേന്ദ്രം മനസ്സിലാക്കണ്ട, എല്ലാവരും മനസ്സിലാക്കണം. ഈ വയ്യായികയുള്ള മനുഷ്യർ ഇവിടെ വന്ന് ഇത്രയും സമയമൊക്കെ നിൽക്കാന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ ഒക്കില്ല. വന്നിവിടെ വന്ന് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഞാൻ ഗുളികയൊക്കെ വാരി തിന്നിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. മോൻ വരണ്ടെന്ന് പറഞ്ഞാണ്. എന്നിട്ട് പിന്നെ വന്ന് നിന്നെന്ന് വെച്ചാൽ ഇന്നെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ മോനും നിൽക്കാൻ സമയം കാണുന്നില്ല. ഇത്തരത്തിൽ റേഷൻ മസ്റ്ററിംഗിന്റെ പിങ്ക് കാർഡുകാർ മടങ്ങി പോകണമെന്ന നിർദ്ദേശം വന്നതിന് പിന്നാലെ പിങ്ക് കാർഡും കൊണ്ട് രാവിലെ മുതൽ കാത്തു നിൽക്കുന്നവർ പ്രതിഷേധത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മുട്ടത്തറയിലെ ഒരു റേഷൻ കടയിലാണ്. മഞ്ഞ കാർഡുകാരുടെ മസ്റ്ററിംഗ് തുടങ്ങിയിട്ടുമില്ല. അതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതേയുള്ളൂ.